വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBSലെ ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് AMCS FNCK ആൻഡ് PNC MAC വഴി നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ചില കോളേജസിൽ മാത്രമായിട്ട് അവർ വെബ്സൈറ്റിലൂടെ അഡ്മിഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ LBSലൂടെയും AMCS FNCK ആൻഡ് PNC MACലൂടെയും അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവുള്ള കുട്ടികൾ അല്ലെങ്കിൽ നല്ല രീതിക്ക് മാർക്ക് കുറവുള്ള കുട്ടികൾ ഇതുപോലെ ഏതെങ്കിലും കോളേജസിലെ മാനേജ്മെന്റ് സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇൻഡെക്സ് മാർക്കും കാര്യങ്ങളും കുറവുള്ള കുട്ടികൾക്ക് അവരവർക്ക് തന്നെ മനസ്സിലാകും നമുക്ക് ഇങ്ങനെ അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളത്. അങ്ങനെയുള്ള കുട്ടികൾ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ ഫോംസും കൂടി കൊടുത്തിടുക. നിങ്ങൾക്ക് ഇവിടെയും റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്ത് അലോട്ട്മെന്റ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ വെറുതെ നിങ്ങളുടെ 1 ഇയർ കളയരുത്. നല്ല മാർക്ക് കുറവുള്ള കുട്ടികൾ LBSന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് LBSൽ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ആദ്യം തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. LBSലെ സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ അതേ കോളേജസ് ഒക്കെ തന്നെയാണ് AMCS FNCK ആൻഡ് PNC MACൽ വരുന്നത്. ഈ രണ്ട് അസോസിയേഷനിലും നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് 8 കോളേജസിലാണ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ 4 കോളേജസ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അതോടൊപ്പം കമന്റിലും ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. നമ്മൾ ബാക്കി 4 കോളേജസ് മാത്രമായിരിക്കും ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവുക. ടോട്ടൽ 8 കോളേജ് വരുന്നത് ലേമ കോളേജ്, KVM കോളേജ്, MGM കോളേജ്, ഇന്ദിരാഗാന്ധി കോളേജ്, CSI മെഡിക്കൽ കോളേജ്, കോപ്പറേറ്റീവ് കോളേജ് തിരുവനന്തപുരം, EMS കോളേജ്, NS മെമ്മോറിയൽ കോളേജ്. ഇത്രയും 8 കോളേജസിലാണ് നമുക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ NS മെമ്മോറിയൽ കോളേജ് ആണ്. ഇവിടെ ഓഗസ്റ്റ് 20 വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് 25 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. www.nsnursingcollege.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസ് അപേക്ഷിക്കേണ്ടത്. ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് 36,328 ആണ് ഇയർലി. സ്പെഷ്യൽ ഫീ ആയിട്ട് 23,980 ഫസ്റ്റ് ഇയറിൽ. 2, 3, 4 ഇയേഴ്സിൽ അടുത്ത 2, 3, 4 വർഷങ്ങളിൽ 21,330 റുപ്പീസ് ആണ് വരുന്നത്. അതോടൊപ്പം നിങ്ങൾ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 10,000 റുപ്പീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് 800 റുപ്പീസ് ആണ്. ദെൻ നെക്സ്റ്റ് കോളേജ് എന്ന് പറയുന്നത് CSI മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ഇവിടെ കൊടുക്കേണ്ട വെബ്സൈറ്റ് www.smcsimch.ac.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കേണ്ടത്. ഇവിടെ NRI സീറ്റ്സ് അവൈലബിൾ ആണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 25 ആണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് 73,025 റുപ്പീസ് ഇയർലി ആണ്. ദെൻ സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നത് 23,300 റുപ്പീസ് ആണ് ഫസ്റ്റ് ഇയറിൽ. അടുത്തുള്ള 2, 3, 4 വർഷങ്ങളിൽ 19,300 റുപ്പീസ് ആണ് വരുന്നത്. കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 10,000 റുപ്പീസ് ആണ്. പിന്നെ ഹോസ്റ്റലിന്റെ ഫീ ആയിട്ടൊക്കെ ഒരു വർഷത്തേക്ക് 34,000 റുപ്പീസ് വരുന്നുണ്ട്. പിന്നെ ബുക്സിന്റെയും മെസ്സിന്റെയും ഒക്കെ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഹോസ്റ്റലേഴ്സ് അല്ലാത്ത കുട്ടികൾക്ക് ഈ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ദെൻ NRI സീറ്റ്സ് ഇവിടെയും ഉണ്ട്. NRI സീറ്റ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ 95,000 ആണ് ഇയർലി. അഡ്മിഷൻ ഫീ ആയിട്ട് 1,000 റുപ്പീസ് കൊടുക്കേണ്ടതായിട്ട് വരും. സ്പെഷ്യൽ ഫീസ് 23,300 റുപ്പീസ് ആണ്. തുടർന്നുള്ള 2, 3, 4 വർഷങ്ങളിൽ 19,300 റുപ്പീസ് ആണ് വരുന്നത്. പിന്നെ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 10,000 റുപ്പീസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ഇനി 4 വർഷത്തിന് ശേഷം നിങ്ങളുടെ പഠനം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കോഷൻ ഡിപ്പോസിറ്റ് 10K റുപ്പീസ്, അതായത് 10,000 റുപ്പീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടത് 750 റുപ്പീസ് ആണ്. ദെൻ EMS കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം. ഇവിടെയും NRI സീറ്റ്സും മാനേജ്മെന്റ് സീറ്റ്സും അവൈലബിൾ ആണ്. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.emscollegeofnursing.com എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് 900 റുപ്പീസ് ആണ്. ഓഗസ്റ്റ് 23 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇവിടുത്തെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 73,025 റുപ്പീസ് ആണ് ഇയർലി. NRI സീറ്റ്സിന്റെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 95,000 ആണ്. സ്പെഷ്യൽ ഫീ ആയിട്ട് 23,300 റുപ്പീസ് വരുന്നുണ്ട്. 2, 3, 4 വർഷങ്ങളിലായിട്ട് 19,300 റുപ്പീസ് ആയിട്ട് കൊടുക്കേണ്ടത്
കൊടുക്കേണ്ടതുണ്ട്. ഇവിടെയും കോഷൻ ഡിപ്പോസിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 10,000 rupees ആണ്. ഇത് 4 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതുമായിരിക്കും. റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് 25 പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ദെൻ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം, ഇവിടുത്തെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് 20 ആണ്. ഓഗസ്റ്റ് 20 മുന്നേ തന്നെ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് 800 rupees ആണ്. റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് 25 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.cooperativenursingcollege.com എന്നതാണ്. എല്ലാ വിഭാഗക്കാർക്കും ഇവിടെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. SC STക്കോ ഏത് വിഭാഗത്തിനായാലും ഇവിടെ റിസർവേഷൻ ഇല്ല, ഫീ കൺസെഷൻ ഇല്ല, സ്കോളർഷിപ്പും ഉണ്ടായിരിക്കുന്നതല്ല. ഇത് നിങ്ങൾക്കുള്ള ഏറ്റവും ലാസ്റ്റ് ചാൻസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. ഒട്ടും മാർക്കില്ലാത്ത കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കണം എന്ന് നിർബന്ധമുള്ള കുട്ടികൾക്ക് ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടേക്ക് ആപ്ലിക്കേഷൻസ് കൊടുത്തതിന് ശേഷം കയറാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. കുറേ പേർക്ക് അറിയില്ല. അതായത് നമ്മുടെ കമന്റ് സെക്ഷനിൽ 2 ഡോട്ട്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതൊന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കിയാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയിൽ ലൈക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വീഡിയോയിൽ ഒരു ഹൈപ്പും കിട്ടുന്നതായിരിക്കും. അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നെക്സ്റ്റ് LBS അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.